എല്ലാ സുഹൃത്തുക്കൾക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഞാനിന്ന് പഴയന്നൂർ കൃഷി ഓഫീസിലാണ് കേട്ടോ. പഴയന്നൂർ കൃഷി ഓഫീസ് എന്ന് പറഞ്ഞാൽ അവിടെ നിന്ന് വിളിച്ചതാണ്. അപ്പോൾ ഞാൻ ആ മീറ്റിങ്ങിന് പോയി. അപ്പോൾ ഞാൻ മാത്രമൊന്നുമല്ല കേട്ടോ, ഞാനും എൻ്റെ ചെറിയ കുട്ടിയും കൂടിയിട്ടാണ് പോയത്. അപ്പോൾ അവിടുത്തെ മീറ്റിങ്ങിൻ്റെ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ ഫാം പ്ലാൻ എന്ന് പറഞ്ഞിട്ടുള്ളൊരു പദ്ധതിയാണ്. അപ്പോൾ അതിന് 2-3 സാറുമാർ വന്നിട്ട് ക്ലാസ് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ കൃഷീനെ എങ്ങനെ മെച്ചപ്പെടുത്താം, കൃഷി ഉണ്ടായിട്ട് നമുക്ക് അനുഭവങ്ങളുണ്ടായിട്ട് എങ്ങനെ അത് വിൽക്കാം, അപ്പോൾ അതിനെക്കുറിച്ചിട്ട് എങ്ങനെയാണ് എന്നൊക്കെ ഉള്ള ഒരു മോട്ടിവേഷൻ ക്ലാസ് എന്നൊക്കെ പറയുന്നത്. പിന്നെ നമ്മളുടെ കൃഷി എന്തെങ്കിലും കേടുവരികയോ അങ്ങനെ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ അതിനെ പ്രതിരോധിക്കാനുള്ള വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെയൊക്കെ പറഞ്ഞു തന്നു. പിന്നെ കവുങ്ങ് വെച്ച് കഴിഞ്ഞാൽ അതിനുള്ള മഞ്ഞളിപ്പും കാര്യങ്ങളൊക്കെ തടയാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യണം എന്നുള്ളതൊക്കെ പറഞ്ഞു തന്നു. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് സാറുമാർ നമുക്ക് പറഞ്ഞു തന്നു. പിന്നെയെന്ന് പറഞ്ഞാൽ നല്ല കർഷകർക്ക് വേണ്ടിയിട്ട് ഇവർ കുറേ ക്യാഷ് കാര്യങ്ങളൊക്കെ സബ്സിഡി ഇനത്തിലും അങ്ങനെയൊക്കെ ആയിട്ട് നല്ല കർഷകർക്കൊക്കെ നോക്കിയിട്ട് അവർ കാര്യങ്ങളൊക്കെ ക്യാഷും കൊടുക്കുന്നുണ്ട്. അതൊക്കെ കൃഷി ഓഫീസിൻ്റെ ഒരു നല്ലൊരു സംഭവമാണ്. അപ്പോൾ എന്നെ സംബന്ധിച്ചിട്ട് പറഞ്ഞാൽ എനിക്ക് കൃഷിയെ കുറിച്ചിട്ടും വലിയ പരിചയം കാര്യങ്ങളൊന്നും ഇല്ലെങ്കിലും നമ്മൾ ഇപ്പോഴാണ് ഈ ഫീൽഡിലേക്ക് വന്നിറക്കുന്നത്. അപ്പോൾ നമുക്ക് അവർ കൃഷിത്തെ ആൾക്കാർ നിങ്ങൾ എന്താണ് ചെയ്യാൻ താല്പര്യപ്പെടുന്നത്, നിങ്ങൾ എന്ത് സംരംഭമാണ് തുടങ്ങാൻ ഉദ്ദേശിക്കുന്നത്, അപ്പോൾ അത് കൃഷി ഓഫീസിൻ്റെയും കാര്യങ്ങളൊക്കെ അറിയിപ്പിച്ച് കഴിഞ്ഞാൽ കൃഷി ഓഫീസിൻ്റെ ഭാഗത്തു നിന്ന് ഫുൾ സപ്പോർട്ട് ഉണ്ടാവും എന്ന് ഈ സാറുമാരൊക്കെ പറയുകയും ചെയ്തു. പിന്നെ എല്ലാ കൃഷി ഓഫീസറും ഭയങ്കര ആക്റ്റീവാണ്. അപ്പോൾ എന്തെങ്കിലും നമ്മൾ ആരെങ്കിലും ചെയ്യുകയാണെന്ന് വെച്ചാൽ അതിന് വേണ്ട ആനുകൂല്യങ്ങളും കാര്യങ്ങളൊക്കെ തരാനൊക്കെ അവർ തന്നെ സംസാരിക്കുകയും ചെയ്തു. അപ്പോൾ എന്താണ് നമുക്ക് തുടങ്ങാൻ താല്പര്യമെന്ന് അതവിടെ പറയാൻ പറഞ്ഞു. അപ്പോൾ അതിന് സബ്സിഡി ഇനത്തിൽ എന്തൊക്കെയാണ് നമുക്ക് എത്ര രൂപ ചിലവായിച്ചാൽ ആ കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ സബ്സിഡി ഇനത്തിലും കാര്യങ്ങളൊക്കെ തരും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഞാൻ ഈ മീറ്റിങ്ങിൽ പങ്കെടുത്തു. അപ്പോൾ എല്ലാവർക്കും ഒരുവിധ ആൾക്കാർക്കൊക്കെ ക്യാഷ് അവർ കൊടുത്തിട്ടുണ്ട്. നല്ല കർഷകർക്കുള്ള ക്യാഷും കാര്യങ്ങളൊക്കെ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനിതിൽ പോയി പങ്കെടുത്തിട്ട് നമ്മളവിടുന്ന് പോന്നു. അപ്പോൾ ഓക്കെ, എന്നാൽ ബായ്. നമുക്ക് ഇനി അടുത്ത വീഡിയോയിൽ കാണാം.